students, welcome back to EJO Plus Academy. ഇന്ന് നമ്മൾ +2 സോഷ്യോളജി ചാപ്റ്റർ 17 ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സാമൂഹ്യ മാറ്റത്തിൻ്റെ ഘടകങ്ങൾ എന്നാണ് ചാപ്റ്റർ നെയിം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ആ ഒരു ഫാക്ടേഴ്സ്, ഏതൊക്കെ ഫാക്ടേഴ്സ്, ഒരു അഞ്ച് ഫാക്ടേഴ്സ് ഉണ്ട് നമ്മുടെ സോഷ്യൽ ചേഞ്ചിന് കാരണങ്ങളായിട്ടുള്ള ഘടകങ്ങൾ. അപ്പോൾ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. അതാണ് നമുക്ക് മെയിനായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനുള്ളത് കേട്ടോ. പിന്നെ നമ്മുടെ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് കേൾക്കുക. ഞാൻ ക്വസ്റ്റ്യൻ പറയുന്നത് നിങ്ങൾ ആൻസർ അത് കേട്ട് മനസ്സിലാക്കി വെക്കുക. അതോടൊപ്പം പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ഈ ഒരു കൾച്ചറൽ ലാഗ്, അതുപോലെ തന്നെ ചെറിയ 2 ടേംസ് ഉണ്ട്. പിന്നെ എക്സ്പ്ലെയിൻ ദ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ എഡ്യൂക്കേഷനെ പറ്റിയിട്ടൊന്ന് ചെറുങ്ങനെ മനസ്സിലാക്കി വെക്കാനുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. അപ്പം നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത് എന്താണ് സോഷ്യൽ ചേഞ്ച്, എന്താണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഔട്ട്ലൈൻ നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് സോഷ്യൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ, സാമൂഹിക മാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നമ്മുടെ സമൂഹം എന്താണ്, ഓരോ കാലഘട്ടം ആവുന്തോറും എന്താണ് മാറ്റങ്ങൾക്ക് വിധേയമാണ്. എപ്പോഴും ഒരുപോലെ ഒരു സമൂഹവും എവിടെയും അതേപോലെ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്നില്ല. എപ്പോഴും എന്താണ് നമ്മുടെ സമൂഹം എന്താണ് മാറിക്കൊണ്ടിരിക്കും. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഓരോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. എത്ര വർഷം കഴിഞ്ഞാലും എന്താണ് നമ്മൾ ഓരോ രീതിയിൽ ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നു, ഓരോ ചേഞ്ചസ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സമൂഹ മാറ്റത്തിന് കാരണമാകുന്ന വസ്തുതകൾ അല്ലെങ്കിൽ ഘടകങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും 5 കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു സാമൂഹ്യ മാറ്റത്തിന് കാരണമാകുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് പറയുന്നതിന് മുൻപായിട്ട് സോഷ്യൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ, സാമൂഹിക മാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് സോഷ്യൽ അല്ലെങ്കിൽ എന്താണ് സൊസൈറ്റി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഒരു സൊസൈറ്റി എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, നമ്മുടെ ഒരുപാട് ഇൻഡിവിജ്വൽസ് ചേർന്നതിനെയാണ് നമ്മളൊരു സൊസൈറ്റി എന്ന് പറയാം. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ എന്താണ്, അത് ഒരേ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആയിരിക്കണം എന്നൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ പല കമ്മ്യൂണിറ്റിയിൽ പെട്ടവരാവാം, അല്ലെങ്കിൽ ഒരേ കാസ്റ്റിൽ നിന്നോ അല്ലെങ്കിൽ ഒരേ റിലീജിയനിൽ നിന്നോ ഒന്നും ആവണമെന്നില്ല. ഒരു സൊസൈറ്റി എന്ന് പറഞ്ഞാൽ പല ആളുകളുണ്ടാവും, പല കമ്മ്യൂണിറ്റീസ് ഉണ്ടാവും, പല റിലീജിയൻസ് ഉണ്ടാവും, പല കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരൊക്കെ ഒന്നിച്ച് ചേരുന്നത് തന്നെയാണ് നമ്മൾ സൊസൈറ്റി എന്ന് പറയാം. അപ്പോൾ എന്താണ് ഈ ഒരു സൊസൈറ്റിയിലുള്ള ചേഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഒരു ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻസ്, സോഷ്യൽ പ്രോസസ്സ്, ഇവയിലൊക്കെ ഉണ്ടാകുന്ന മാറ്റത്തിനെയാണ് നമ്മൾ സോഷ്യൽ ചേഞ്ച് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഈ ചാപ്റ്ററിലോട്ട് നോക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്ത് ക്വസ്റ്റ്യൻസ് ഞാനൊന്ന് റീഡ് ചെയ്യാം. നോക്കാം. ഇൻ വിച്ച് ഇയർ സതി സിസ്റ്റം വാസ് ബാൻഡ്? എന്നാണ് സതി സമ്പ്രദായം നിരോധിച്ചത് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിൽ ഇയർ വന്നിട്ടുള്ളത് 1829 സതി സമ്പ്രദായം നിരോധിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത് നോക്കാം. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് അബോളിഷ്ഡ് അൺടച്ചബിലിറ്റി? അപ്പോൾ തൊട്ടുകൂടായ്മ നിരോധിച്ചു കൊണ്ടിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയിലെ ആ ഒരു ആർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ആ ആർട്ടിക്കിൾ 17 ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Name the terms used for transmission of customs and practice from one society to another. ഒരു സമൂഹത്തിൽ നിന്നും മറ്റൊരു സമൂഹത്തിലേക്ക് ആചാരാനുഷ്ഠാനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയെ പറയുന്ന പേരെന്താണ്? ഡിഫ്യൂഷൻ. ഓക്കെ, ഇത് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ടാണ് ഇത് ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഇയറിന് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് വാസ് ദ നെയിം ഓഫ് ദി അതർ റിലീജിയൻ പ്രൊപ്പഗേറ്റഡ് ബൈ അക്ബർ? വാട്ട് വാസ് ദ നെയിം ഓഫ് ദി റിലീജിയൻ പ്രൊപ്പഗേറ്റഡ് ബൈ അക്ബർ? എന്താണ് അക്ബർ പ്രചരിപ്പിച്ച മതം ഏതാണ്? ദിൽ ഇലാഹി എന്ന് പറയുന്ന മതമാണ് അക്ബർ പ്രചരിപ്പിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വെൻ ഡിഡ് ഗ്രീൻ റെവല്യൂഷൻ സ്റ്റാർട്ട് ഇൻ ഇന്ത്യ? എന്നാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത്? 1960 അവസാനത്തോടു കൂടിയാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചിട്ടുള്ളത് കേട്ടോ. ഈ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. ഫസ്റ്റ് നമുക്ക് ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച് ആണ് നോക്കാനുള്ളത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം ഓരോന്നായിട്ട്. ആദ്യം നമുക്ക് സോഷ്യൽ ചേഞ്ച് എന്താണെന്ന് ഞാൻ പറഞ്ഞു, അതൊന്നുകൂടെ പറയാം. സോഷ്യൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, വിവിധ സമൂഹങ്ങൾ തമ്മിലുള്ള സാംസ്കാരിക ബന്ധങ്ങളിൽ നിന്നുമാണ് പ്രധാനമായും സാമൂഹ്യ മാറ്റം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സാമൂഹ്യ മാറ്റം എന്താണെന്ന് ഒന്നുകൂടെ നിർവചിക്കുന്നത് ഇവിടെ നോക്കുക.
സാമൂഹ്യ പരിവർത്തനം അഥവാ മാറ്റം ഒരു സാർവത്രിക പ്രതിഭാസമാണ്. അപ്പോൾ സമൂഹത്തിൻ്റെ ഘടനയിലും പ്രവർത്തന രീതികളിലും ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് സാമൂഹ്യ മാറ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് അതിൽ പറയുന്നത്? ജൈവിക ഘടകങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് സാമൂഹ്യ മാറ്റത്തിലേക്ക് അത് ഇടയാക്കുന്നുണ്ട്. അപ്പോൾ അത് മനുഷ്യരായിക്കോട്ടെ, സസ്യങ്ങൾ, മൃഗങ്ങൾ, പക്ഷികൾ എന്നിവയുടെയൊക്കെ എന്താണ് ആവാസ വ്യവസ്ഥയിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മുടെ സാമൂഹ്യ മാറ്റത്തിലേക്ക് ഇടയാക്കുന്നു എന്നാണ് പറയുന്നത് ജൈവിക ഘടകങ്ങളിൽ. ഇനി നമുക്ക് നോക്കാനുള്ളത് സാംസ്കാരിക ഘടകങ്ങൾ അഥവാ കൾച്ചറൽ ഫാക്ടേഴ്സ്. അതെങ്ങനെയാണെന്ന് നോക്കാം. സാമൂഹ്യ മാറ്റത്തിൻ്റെ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് സാംസ്കാരിക ഘടന. അപ്പോൾ സംസ്കാരം എന്നത് എന്താണ്? മനുഷ്യനിർബന്ധമായിട്ടുള്ളൊരു പരിസ്ഥിതിയാണ് സംസ്കാരം. അപ്പോൾ അത് സാമൂഹ്യ ജീവിതത്തിൻ്റെ ഉൽപ്പന്നമാണെന്ന് പറയാം. അപ്പോൾ നമ്മുടെ മൂല്യങ്ങൾ, വിശ്വാസങ്ങൾ, ആശയങ്ങൾ, ധർമ്മങ്ങൾ, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടതാണ് നമ്മുടെ സാംസ്കാരിക ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ ആശയങ്ങളും ആദർശങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും തത്വശാസ്ത്രങ്ങളും എല്ലാം മാറ്റത്തിന് വിധേയമാണ്. അപ്പോൾ കാലഗതിക്കൊത്ത് അവ മാറിക്കൊണ്ടിരിക്കുന്നു. ആ മാറ്റം സാമൂഹ്യ ക്രമത്തിന് മാറ്റം വരുത്തുന്നു. അറിവ്, വിശ്വാസം, കല, ധാർമ്മികത, നിയമം, ആചാരം ഇവ സമൂഹത്തിലെ ഒരംഗം എന്ന നിലയിൽ മനുഷ്യരാർജിക്കുന്ന മറ്റു കഴിവുകൾ, ശീലങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെട്ട ഒരു സങ്കീർണമായ ഒരു ഏകകമാണ് സംസ്കാരം എന്ന് ടെയ്ലർ പറയുന്നു. അപ്പോൾ മനുഷ്യൻ തൻ്റെ വ്യക്തിപരവും സാമൂഹികവുമായ ജീവിതത്തിൻ്റെ മാനസികവും ഭൗതികവുമായ മണ്ഡലങ്ങളിൽ ആർജിക്കുന്നതെല്ലാം കൂടിയാണ് സംസ്കാരം എന്ന് പറയാം. അപ്പോൾ ഈ ഒരു കൾച്ചറൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാംസ്കാരിക ഘടകങ്ങളാണ്. അപ്പോൾ നമ്മുടെ സാമൂഹ്യ മാറ്റത്തിൻ്റെ ഒരു പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് സാംസ്കാരിക ഘടന. അപ്പോൾ സാംസ്കാരിക മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ സാമൂഹിക ഘടകങ്ങളിലേക്ക് ഇടയാക്കുന്നുണ്ട്. അപ്പോൾ സാംസ്കാരിക ഘടകങ്ങളായ നമ്മുടെ മൂല്യങ്ങൾ, വിശ്വാസങ്ങൾ, പിന്നെന്താണ് ആശയങ്ങൾ, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, നമ്മുടെ ധർമ്മങ്ങൾ ഇതിലൊക്കെ ഉൾപ്പെടുന്ന മാറ്റങ്ങളാണ് നമ്മുടെ സാമൂഹ്യ മാറ്റത്തിന് കാരണമാകുന്നത്. അപ്പോൾ ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുമ്പോൾ നമ്മുടെ സാമൂഹ്യ മാറ്റത്തിന്, സോഷ്യൽ ചേഞ്ചിന് അത് ഇടയാക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ള നെക്സ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ടെക്നോളജി ആസ് എ ഫാക്ടർ ഓഫ് സോഷ്യൽ ചേഞ്ച്, സാങ്കേതിക ഘടകങ്ങളാണ്. അപ്പോൾ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. സാമൂഹ്യ മാറ്റത്തിലെ സാങ്കേതികമായ ഘടകങ്ങൾക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ആധുനിക സമൂഹത്തിലാകട്ടെ അതിൻ്റെ പ്രാമുഖ്യം ദിനം പ്രതി വർദ്ധിച്ചു വരികയും ചെയ്യുന്നു. മനുഷ്യൻ തൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനും ജീവിതം കൂടുതൽ സുഖകരമാക്കുന്നതിനും വേണ്ടി പുതിയ സാങ്കേതിക വിദ്യകൾ സ്വായത്തമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഫലം നാഗരിക സംസ്കാരത്തിൻ്റെ തുടക്കം മുതൽ തന്നെ കാണാവുന്നതാണ്. അപ്പം നാഗരികതയുടെ ഒരു ഉൽപ്പന്നമാണ് സാങ്കേതിക വിദ്യ. അപ്പം ഭക്ഷണ സമ്പാദനത്തിനായിട്ട് മനുഷ്യർ ആദ്യം കല്ലുകളായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ആ കാലഘട്ടം മുതൽ വ്യവസായവൽക്കരണത്തിന് ശേഷമുള്ള ഇന്നത്തെ കാലഘട്ടം വരെ കല്ലെന്ന ഉപകരണത്തിൽ നിന്ന് നിരവധി മാറ്റങ്ങൾക്ക് വിധേയമായ സാങ്കേതിക വിദ്യകളുടെ നവീന രൂപങ്ങളാണ് മനുഷ്യൻ തൻ്റെ വളർച്ചയ്ക്ക് ഉപയുക്തമാക്കിയത്. അപ്പോൾ ജീവിത പ്രശ്നങ്ങളെ ശാസ്ത്രീയമായ അറിവുകൾ ഉപയോഗിച്ച് പരിഹരിക്കുമ്പോൾ അത് സാങ്കേതിക വിദ്യയായി മാറുന്നു. ഓക്കെ, അപ്പോൾ ടെക്നോളജി ആസ് എ ഫാക്ടർ ഓഫ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു സാമൂഹ്യ മാറ്റത്തിന് സാങ്കേതികമായുള്ള ഘടകങ്ങൾക്ക് വലിയൊരു പ്രാധാന്യം അല്ലെങ്കിൽ വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു ടെക്നോളജിക്ക് നമ്മുടെ ലൈഫിൽ. അപ്പോൾ ഈ ഒരു മനുഷ്യൻ മനുഷ്യൻ്റെ ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജീവിതം കുറച്ചുകൂടി ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറേ ടെക്നോളജീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതിപ്പോൾ നമ്മളിപ്പം നമ്മുടെ ഭക്ഷണ കാര്യങ്ങൾ ഉൾപ്പെടെ തുടങ്ങിയിട്ട് നമ്മുടെ വീട്ടിലുള്ള ബേസിക്കായിട്ട് നമുക്ക് ചെയ്ത് തീർക്കേണ്ട നമ്മുടെ കാര്യങ്ങൾ എല്ലാത്തിനും നമ്മൾ ടെക്നോളജീനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ചേഞ്ചാണ്. അപ്പോൾ പണ്ട് നമ്മളിപ്പം അലക്കിയത് പോലെയല്ല നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നു, അതുപോലെ ഫ്രിഡ്ജ്, എന്തൊക്കെ ഐറ്റംസുകൾ നമുക്കിപ്പോൾ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അതിനൊക്കെ നമ്മൾ ടെക്നോളജി ഡെവലപ്ഡ് ആയതുകൊണ്ടും അതുപോലെ നമ്മുടെ സോഷ്യൽ ചേഞ്ച് കൊണ്ടുമാണ് നമുക്കിതൊക്കെ ഇപ്പോൾ നമ്മൾ ലൈഫിലേക്ക് അപ്ലിക്കബിൾ ആവുന്നത്. ഓക്കെ, അപ്പോൾ അന്നത്തെ കാലം ചെയ്ത പോലെയല്ല ഇന്നത്തെ കാലത്ത് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടെക്നോളജി എന്ന് പറയുന്നത് സാങ്കേതിക ഘടകങ്ങളും ഈ ഒരു സോഷ്യൽ ചേഞ്ചിൻ്റെ ഒരു ഫാക്ടറാണ്. ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് ഭൂമിശാസ്ത്രപരമായ ഭൗതിക ഘടകങ്ങൾ അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ഓർ ഫിസിക്കൽ ഫാക്ടേഴ്സാണ്. ഇനി നെക്സ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് നോക്കാം. ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ എന്നതിൽ ഭൂതലം, കാലാവസ്ഥ, മഴ, പുഴ, സസ്യജാലം, വനം, മൃഗങ്ങൾ, ധാതുക്കൾ തുടങ്ങിയവയെല്ലാം പെടും.
മനുഷ്യ സമൂഹത്തിൽ ഇവ അഗാധമായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. എക്സാമ്പിൾ, വരൾച്ച, വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം, മലിനീകരണം എന്നിവ പെട്ടെന്നുള്ള സാമൂഹ്യ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു. മാറ്റത്തിൻ്റെ വേഗത കൂട്ടുന്നു. അപ്പോൾ ഭൗതിക പരിസ്ഥിതികൾ സാമൂഹ്യ അവസ്ഥകളെ രൂപപ്പെടുത്തുന്നു. അതിന് എക്സാമ്പിളാണ് ഭൗതികമായ അധിവാസങ്ങളും സാംസ്കാരിക വളർച്ചയും പരസ്പരം ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായ ഘടകം എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ പറയുന്നത്? നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അതുപോലെ മഴ, നമ്മുടെ സസ്യജാലങ്ങൾ, മൃഗങ്ങൾ, വനം തുടങ്ങിയവയെല്ലാം എന്താണ് നമ്മുടെ മനുഷ്യ സമൂഹത്തിൽ വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഇതിലൊക്കെ ഉണ്ടാകുന്ന ചേഞ്ചസ് എല്ലാം എന്താണ് നമ്മുടെ സോഷ്യൽ ലൈഫിനെ ബാധിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഈ ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും എന്താണ് നമ്മുടെ സോഷ്യൽ ചേഞ്ചിന് ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം മനുഷ്യ സമൂഹത്തിൽ എന്താണ് ഇവ അഗാധമായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഈ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ വരുന്നതാണ് മഴ, പുഴ, സസ്യജാലം, വനം, മൃഗങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ എന്താണ് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സൊസൈറ്റിയിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിലൊക്കെ വരുന്ന വ്യത്യാസങ്ങൾ, ചേഞ്ചസ് നമ്മളെ ബാധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് രാഷ്ട്രീയ ഘടകങ്ങൾ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്. അപ്പം രാഷ്ട്രീയപരമായിട്ട് എന്താണെന്ന് നോക്കാം. രാഷ്ട്രീയപരമായ കാരണങ്ങൾ സാമൂഹ്യ മാറ്റത്തിന് കാരണമായി തീരുന്നു. ബ്രിട്ടീഷ് ഭരണം, ദേശീയ പ്രസ്ഥാനം, സ്വാതന്ത്ര്യം എന്നിവയാണ് ഇന്ത്യൻ സമൂഹത്തെ സാമൂഹ്യ മാറ്റത്തിലേക്ക് നയിച്ച പ്രധാന രാഷ്ട്രീയ സംഭവങ്ങൾ. മജുംദാറിൻ്റെ അഭിപ്രായത്തിൽ സാമൂഹിക മാറ്റം എന്നാൽ സമൂഹത്തിൻ്റെ നടത്തിപ്പിൽ പുതിയ രീതിയും ആശയങ്ങളും കൊണ്ടുവരുന്ന നടപടിയാണ്. അപ്പം എന്താണ് സോഷ്യൽ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ, അപ്പം സോഷ്യൽ ചേഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള അടുത്തൊരു ഘടകമാണ് രാഷ്ട്രീയ ഘടകങ്ങൾ. രാഷ്ട്രീയ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ കാരണങ്ങളൊക്കെ എന്താണ് സാമൂഹ്യ മാറ്റത്തിന് ഇടയാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പണ്ടുണ്ടായിരുന്ന ബ്രിട്ടീഷ് ഭരണം, അതുപോലെ നമ്മുടെ ദേശീയ പ്രസ്ഥാനം, സ്വാതന്ത്ര്യം എന്നിവയിലൊക്കെ എന്താണ് ചേഞ്ച് വന്നു. അപ്പോൾ ഈ ഇന്ത്യൻ സമൂഹത്തിലെ സാമൂഹ്യ മാറ്റത്തിലേക്ക് ഇടയാക്കിയിട്ടുള്ള ഒരു രാഷ്ട്രീയപരമായ ഘടകങ്ങളാണ് ഈ ഒരു ബ്രിട്ടീഷ് ഭരണവും ദേശീയ പ്രസ്ഥാനമൊക്കെ. അന്ന് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന റൂൾസും റെഗുലേഷനും അന്ന് നമ്മൾ എന്താണ് ബ്രിട്ടീഷ് ഭരണത്തിന് അധീനതയിലായിരുന്നു. അതിനുശേഷം നമ്മൾ സ്വതന്ത്രരായി. അതിനുശേഷം നമ്മൾ എന്താണ് നമുക്ക് സാമൂഹ്യപരമായിട്ട് വളരെ രീതിയിലുള്ള മാറ്റം വന്നു നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ, മൊത്തത്തിലുള്ള ഒരു നമ്മുടെ ആ ഒരു സൊസൈറ്റിയിൽ തന്നെ. അപ്പോൾ ഇതൊക്കെ എന്താണ് ഈ ഒരു സോഷ്യൽ ചേഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു രാഷ്ട്രീയ ഘടകങ്ങൾ. നമ്മൾ 5 പോയിൻറ്റ്സാണ് പറഞ്ഞിട്ടുള്ളത്. 5 പോയിൻറ്റ്സ് എന്തൊക്കെയായിരുന്നു? ബയോളജിക്കൽ ഫാക്ടേഴ്സാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്. ജൈവിക ഘടകങ്ങൾ ഒരു സോഷ്യൽ ഫാക്ടറാണ്. പിന്നെ എന്താണ് സാംസ്കാരിക ഘടകങ്ങൾ, കൾച്ചറൽ ഫാക്ടേഴ്സ്, പിന്നെ സാങ്കേതിക ഘടകങ്ങൾ, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്, പിന്നെ പറഞ്ഞ പോയിൻ്റ് ആയിരുന്നു ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ്, ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ. പിന്നെ ലാസ്റ്റ് പറഞ്ഞ പോയിൻ്റാണ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്. പൊളിറ്റിക്കൽ ഫാക്ടേഴ്സാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് നോക്കാനുള്ളത് മാക്സിയൻ വ്യൂ ആണ്. അപ്പം മാക്സിയൻ വ്യൂ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. കാൾ മാർക്സ് ആണ് സാമ്പത്തിക സിദ്ധാന്തത്തിൻ്റെ സാമൂഹ്യ മാറ്റത്തെക്കുറിച്ച് പഠനം നടത്തിയത്. അപ്പം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സാമൂഹ്യ മാറ്റം എന്നത് എന്താണ്? സാമ്പത്തിക ഘടകങ്ങളുടെ ഒരു ഫലമാണ് സാമൂഹിക മാറ്റം എന്നത്. ഇപ്പോൾ ഉൽപാദനം സമൂഹത്തിലെ സാമൂഹ്യ, സാംസ്കാരിക, മതപര, രാഷ്ട്രീയ ഘടകങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതാണ് ഫസ്റ്റ് നമുക്ക് പറയുന്ന മാക്സിയൻ വ്യൂ. അപ്പോൾ കാൾ മാർക്സ് ആണ് നമ്മുടെ സാമ്പത്തിക സിദ്ധാന്തത്തിൻ്റെ പിതാവ്, അല്ലെങ്കിൽ സാമ്പത്തിക സിദ്ധാന്തം നമ്മുടെ സാമൂഹ്യ മാറ്റത്തെക്കുറിച്ചിട്ടൊക്കെ പഠനം നടത്തിയ ഒരു വ്യക്തിയാണ് കാൾ മാർക്സ്. അപ്പോൾ കാൾ മാർക്സിൻ്റെ അഭിപ്രായ പ്രകാരം നമ്മുടെ സാമൂഹ്യ മാറ്റത്തിന് കാരണമാകുന്നത് എന്താണ്? നമ്മുടെ ഇക്കണോമിക് ഫാക്ടേഴ്സാണ്. അതിൻ്റെ ഒരു ഫലപ്രകാരമാണ്, സാമ്പത്തിക ഘടകങ്ങളുടെ ഒരു ഫലപ്രകാരമാണ് നമുക്കുള്ള സോഷ്യൽ ചേഞ്ച് സംഭവിക്കുന്നതെന്ന് ആണ് കാൾ മാർക്സിൻ്റെ വ്യൂവിൽ പറയുന്നത്. അപ്പോൾ ഉൽപാദനം സമൂഹത്തിലെ സാമൂഹ്യ, സാംസ്കാരിക, മതപര, രാഷ്ട്രീയ ഘടകങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം നമ്മൾ പറഞ്ഞ സോഷ്യൽ ഫാക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു? അതിൽ പറഞ്ഞതാണ് നമ്മുടെ ഭൂമിശാസ്ത്രപരമായിട്ട് ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സും പൊളിറ്റിക്കൽ ഫാക്ടേഴ്സും അതുപോലെ തന്നെ ടെക്നോളജിക്കൽ ഫാക്ടേഴ്സും കൾച്ചറൽ ഫാക്ടേഴ്സും ബയോളജിക്കൽ ഫാക്ടേഴ്സും ഒക്കെ. അപ്പം അതിൻ്റെ എല്ലാം ഫലം എന്ത് പ്രകാരമാണ്? നമ്മുടെ ഉൽപാദനം മൂലമാണ് നമ്മുടെ ഈ ഒരു ചേഞ്ച് എല്ലാം നമുക്ക് ബാധിക്കുന്നതെന്നാണ് കാൾ മാർക്സിൻ്റെ വ്യൂവിൽ പറയുന്നത്. അതാണ് മാക്സിയൻ വ്യൂ. ഉൽപാദനം സമൂഹത്തിലെ സാമൂഹിക, സാംസ്കാരിക, മതപര, രാഷ്ട്രീയ ഘടകങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുന്നത് കേട്ടോ. അതാണ് മാക്സിയൻ വ്യൂ.
നെക്സ്റ്റ് നോക്കാനുള്ളത് ഇമ്പാക്റ്റ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ. വ്യവസായ വിപ്ലവത്തിനെ പറ്റിയിട്ടാണ് നെക്സ്റ്റ് പറയാനുള്ളത്. ഇക്കണോമിക് ഫാക്ടേഴ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ. 3 എണ്ണമാണ്: മാക്സിയൻ വ്യൂ, ഇമ്പാക്റ്റ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ, ഗ്രീൻ റവല്യൂഷൻ. അപ്പം സെക്കൻഡ് പോയിന്റ് ആണ് ഇമ്പാക്റ്റ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ. നോക്കാം. വ്യവസായ വിപ്ലവം 17ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലാണ് ആരംഭിച്ചത്. ഇത് പിന്നീട് ലോകം മുഴുവൻ വ്യാപിച്ചു. അപ്പം അതിൻ്റെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻഡസ്ട്രിയലൈസേഷൻ്റെ, വ്യവസായ വിപ്ലവത്തിൻ്റെ നോക്കാം. കുടിൽ വ്യവസായങ്ങൾ ഫാക്ടറിയിലേക്ക് മാറ്റി. ഉൽപാദന പ്രക്രിയയുടെ പ്രധാന ഘടകമായിട്ട് മൂലധനം മാറി. കാർഷിക ജോലിയിൽ നിന്നും വ്യവസായ അധിഷ്ഠിത തൊഴിലിലേക്ക് മാറി. എല്ലാ ജനങ്ങളും വ്യവസായ അധിഷ്ഠിത ജോലിയിലേക്ക് മാറി. സ്ത്രീകൾ ഗാർഹിക ജോലി ഉപേക്ഷിച്ച് വ്യവസായശാലകളിലെ ജോലികൾ സ്വീകരിച്ചു. ജാതി, മതം ഇവ മൂലമുള്ള വ്യത്യാസങ്ങൾക്ക് മാറ്റം സംഭവിച്ചു. നഗരവൽക്കരണം നടന്നു. ഗതാഗതം, ആശയവിനിമയം ഇവയിൽ പുരോഗതി ഉണ്ടായി. ഇതാണ് ഇമ്പാക്റ്റ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ. നമ്മുടെ വ്യവസായ വിപ്ലവത്തിൻ്റെ ഒരു ഫലം മൂലം നമുക്കുണ്ടായ മാറ്റങ്ങളാണ് ഇതൊക്കെ പറഞ്ഞത്. ഇതൊക്കെ നമ്മുടെ ഇക്കണോമിക്കൽ ഫാക്ടേഴ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അതിൻ്റെ ഇമ്പാക്റ്റ്, ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഇമ്പാക്റ്റ്, അതിൻ്റെ ഒരു അനന്തരഫലം എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് എന്താണ് പണ്ടുണ്ടായിരുന്നു കുടിൽ വ്യവസായങ്ങളൊക്കെയാണ്, അതൊക്കെ ഫാക്ടറിയിലേക്ക് മാറി. അതൊക്കെ എന്താ സോഷ്യൽ ചേഞ്ചാണ്. നമ്മുടെ അന്ന് നമ്മളിപ്പോൾ പണ്ട് കാലത്ത് ഫോളോ ചെയ്ത രീതിയിലല്ല നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പം നമ്മൾ ഫങ്ഷൻ ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ പണ്ടത്തെ ആ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമായിട്ട് ആണ് നമുക്ക് ഈ ഒരു ഫാക്ടറി വ്യവസായങ്ങളൊക്കെ മാറിയതും. അതുപോലെ എന്താണ് കർഷകർക്കൊക്കെ എന്താണ് ഈ ഒരു ഇൻഡസ്ട്രിയൽ സെക്ടറിലോട്ട് മാറി കർഷകർ ജോലിക്കായിട്ട്. അതുപോലെ എന്താണ് നമ്മുടെ കർഷകർക്കൊക്കെ എന്താണ് പുതിയ പുതിയ ടെക്നോളജീസൊക്കെ അവർ ഇംപ്ലിമെൻ്റ് ചെയ്തു. അവർ ട്രാക്ടർ, അതുപോലെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ അവർ അതിലോട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തു. അതുപോലെ എല്ലാം അവരുടെ ലൈഫ് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ എല്ലാ ജനങ്ങളും എന്താണ് വ്യവസായ അധിഷ്ഠിത ജോലിയിലേക്ക് മാറ്റി. അതുപോലെ സ്ത്രീകൾക്കൊക്കെ എന്താണ് വീട്ടിലുള്ള ഗാർഹിക ജോലി ഉപേക്ഷിച്ചിട്ടൊക്കെ വ്യവസായശാലകളിലേക്ക് മാറി. അതൊന്നും എന്താണ് ജാതി, മതം ഇവ മൂലമുള്ള വ്യത്യാസങ്ങൾക്കൊക്കെ എന്താണ് അതുമൂലം മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ജോലിയും ചെയ്യാന്നുള്ളതായി. അതുപോലെ നമ്മുടെ ഗതാഗതവും ആശയവിനിമയം ഒക്കെ എന്താണ് ആ ഒരു കാര്യത്തിലൊക്കെ പുരോഗതി ഉണ്ടായി. അതൊക്കെയാണ് ഇമ്പാക്റ്റ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ. അതെന്തിൻ്റെ ഫാക്ടറാണ്? ഇക്കണോമിക്കൽ ഫാക്ടേഴ്സിന് അണ്ടറിൽ വരുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഗ്രീൻ റവല്യൂഷൻ. ഗ്രീൻ റവല്യൂഷൻ എന്താണെന്ന് നോക്കാം. കാർഷിക രംഗത്തുള്ള പുരോഗതിയാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. 1960 ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത്. ഇത് കാർഷിക രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ എന്താണ് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഹരിത വിപ്ലവം എന്ന് പറഞ്ഞാൽ കാർഷിക രംഗത്തുള്ള പുരോഗതിയെയാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ഒരു ചാപ്റ്റർ വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. മെയിനായിട്ട് നമുക്ക് നോക്കാനുള്ളത് ആ ഒരു ഇക്കണോമിക് ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച് ആണ്. സോഷ്യൽ ചേഞ്ചിൻ്റെ ആ ഒരു സാമൂഹ്യ മാറ്റത്തിൻ്റെ ഘടകങ്ങളെ നമ്മൾ പറഞ്ഞത് 5 പോയിന്റ്സ് പറഞ്ഞു. ബയോളജിക്കൽ ഫാക്ടേഴ്സ്, കൾച്ചറൽ ഫാക്ടേഴ്സ്, ടെക്നോളജി ആസ് എ ഫാക്ടർ ഓഫ് സോഷ്യൽ ചേഞ്ച്, പിന്നെ നമ്മൾ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് പറഞ്ഞു, ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് പറഞ്ഞു. പിന്നെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്, ആ ഒരു കോൺസെപ്റ്റ് എന്താണ് സോഷ്യൽ ചേഞ്ച് എന്നത് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു. എന്തായിരുന്നു സോഷ്യൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്ന മാറ്റത്തെയാണ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത്. സമൂഹത്തിൻ്റെ എന്തിലൊക്കെ ഉണ്ടാവുന്ന മാറ്റം, സമൂഹത്തിൻ്റെ ഘടനയിലും സ്ഥാപനങ്ങളിലും മാനദണ്ഡങ്ങളിലും മൂല്യങ്ങളിലും പെരുമാറ്റങ്ങളിലും ബന്ധങ്ങളിലും എന്നിവയിലൊക്കെ ഉണ്ടാവുന്ന മാറ്റത്തെയാണ് നമ്മൾ സാമൂഹിക മാറ്റം എന്ന് പറയുന്നത്. സാമൂഹിക മാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു സാർവത്രിക പ്രതിഭാസമാണെന്ന് പറയാം അല്ലേ. അതുപോലെ എന്താണ് യൂണിവേഴ്സലാണ്. അതുപോലെ സാമൂഹിക മാറ്റം സമൂഹത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് സാമൂഹിക മാറ്റം. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.